അമ്മ പൊന്നു വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ്, മൂത്ത മകളാണ്, സ്നേഹമുള്ളൊരു മോളാണ്. പക്ഷേ വീട്ടിൽ അവള് എല്ലാ ദിവസവും അത് 2 വീടും 3 വീടും 4 വീടുമായിട്ടൊക്കെ പോകും. അവളുടെ ആബ്സെൻസ് വീടതാ ഞങ്ങൾ തിരിച്ചറിയുന്നതായിട്ട്. എന്ത് പറയണ്ട മറന്നു. ഹലോ. അങ്ങനെ ശരി വീട്ടിലിങ്ങനെ ജാതകം സംഭവങ്ങളൊക്കെ ഭയങ്കര ക്ലാഷ് ആയിട്ടിരുന്ന സമയത്താണ് അമ്മ ഞാൻ അറിയാണ്ട് പോയി മാട്രിമോണിയിൽ എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്കറിയത്തില്ല ഇതിലുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ കോൾസ് ഇങ്ങനെ വരുന്നുണ്ട്, പയ്യന്മാരുടെ ഫോട്ടോസ് കാണുന്നുണ്ട്. അപ്പോൾ ആരെ കണ്ടാലും ഞാൻ പറയും ദിസ് ഇസ് നോട്ട് മൈ മാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടും. അപ്പോൾ പിന്നെ അങ്ങനെ റാൻഡമായിട്ടിരുന്നപ്പോഴാണ് ഈ പുള്ളീൻ്റെ ഫോട്ടോ കാണിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ മൈൻഡിലില്ല. ഞാനിങ്ങനെ റൂമിലെ ഫോണിൽ കളിച്ചിട്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്ന് ദിടീന്ന് കൊണ്ടുവന്ന് ഫോൺ വന്നിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഞാനൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ടോക്ക് ഉണ്ടല്ലോ, വേണ്ട കളഞ്ഞിട്ട് ഫോട്ടോ എന്നുള്ളത്. പക്ഷെ അതിനാ സംസാരിച്ചത്. പക്ഷെ ഞാനെങ്ങനെ പറയുന്ന പുള്ളി അതേമാതിരി തിരിച്ച് പറയും. ദ പ്ലാൻ വാസ് ടു സേ നോ, ബട്ട് ഹി മേക്ക് മീ ടു സേ യെസ്. ഞങ്ങൾ ഫസ്റ്റ് മീറ്റപ്പ് ചെയ്തതും ഇതേ സെയിം പ്ലേസിലാണ്. കണ്ടപ്പോഴേ ഞങ്ങൾക്കൊരു കണക്ഷൻ തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ബേസിക്കലി അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോഴത്തേനും ആരും വിശ്വസിച്ചില്ല. എനിക്ക് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ബേസിക്കലി അങ്ങനെ ആയിരിക്കുമല്ലോ, നോ പറയാമെന്നുള്ള മൈൻഡായിരിക്കും. ഈ റീതിങ്ക് എന്നുള്ള സാധനം വന്നത് ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടത്തില്ല. ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മൈൻഡ് തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കോൾ ചെയ്യുമ്പോഴൊന്ന് ഞാൻ പറയാൻ വരുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറയുന്നത്, അപ്പോൾ ഇതില്ലേ ഞാൻ അങ്ങനെ ചെയ്യാൻ വിടണമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ശരിയാ, ഞാനിതിപ്പോൾ പറയാൻ വന്നേ ഉള്ളൂ. ചിലപ്പോൾ വിചാരിക്കും വെറുതെ പറയാം. പക്ഷേ ഈ ഒരു സാധനം അത് ഇറ്റ്സ് ലൈക്ക് എ ജം. അതുകൊണ്ട് ഞാനതിങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ ഞാനങ്ങനെ and yeah, I'm getting engaged. साथ चल साथियों, दूर जाना है तो साथ चल.